Vignesh, come on, be seated. Thank you. ഷൂട്ടിംഗ് ഫ്ലോർ ഒക്കെ കവറായിണ്ടല്ലോ. ബിയോണ്ട് ടിവിന്റെ സ്റ്റുഡിയോ ഫ്ലോറാ. നന്നായിണ്ട്. എന്തൊക്കെയാ സാർ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ചോദിച്ചോ. നമ്മള് പാർക്ക് വെച്ച് പറഞ്ഞിരുന്നല്ലോ. പാർക്കിൽ വെച്ച് ഞാൻ പിന്നെ വിശദമായിട്ട് പറയാന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് പറഞ്ഞു തരൂ. ശരിക്ക് ABCD എന്നൊക്കെ നമ്മള് കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് ശീലിച്ചോണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പാടാ. ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ആൽഫബറ്റ്സ് ഉച്ചരിക്കേണ്ടത്. ഇപ്പൊ എ എന്ന് ഉച്ചരിച്ച് കഴിയുമ്പോ ആ എ ഒരു വാക്കിൽ വരുമ്പോ വേറെ ഉച്ചാരണമാകുന്നു. ബി നമ്മള് ബി വേറൊരു വാക്കിലിട്ടെ ബോറോ. ബോറോയില് ബിയോറോ ഒന്നും ഇല്ലല്ലോ, ബി എന്ന് ഉപയോഗിക്കുന്നില്ല. അവിടെ എന്താ ഉപയോഗിക്കുന്നത്? ബ എന്ന് മാത്രമേ ഉള്ളൂ. വേറെ വാക്കിലിട്ടെ ബി ബോൺ. അവിടെ ബി എന്നില്ലല്ലോ, എന്താ ഉപയോഗിക്കുന്നേ? ബോൺ. അതേപോലെ ഡി വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ ഡൗട്ട്. അവിടെ നമ്മള് ഡി എന്നില്ലല്ലോ, ഡി ഔട്ട് എന്നില്ലല്ലോ, ഡൗട്ട് ഡ എന്നല്ലോ ഉള്ളോ. എഫ് വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ അവിടെ F എന്നില്ലല്ലോ. നമ്മള് എഫിനെ എഫ് എന്നല്ലേ ഉച്ചരിച്ച് പഠിപ്പിച്ചത്. പക്ഷെ ആ എഫ് വാക്കിൽ വരുമ്പം എഫ് എന്നല്ലല്ലോ ഉച്ചരിക്കുന്നത്. എന്താ ഉച്ചരിക്കുന്നത്? ഫണ്ണി, ഫാമിലി, അതല്ല ജി വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ അവിടെ ജി എന്നല്ലല്ലോ, എങ്ങനെ വെച്ചിരിക്കുന്നേ? എച്ച് വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ എച്ച് അല്ല ഹ്, നമ്മുടെ ഹ്. നിനക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അവിടെ എച്ച് ഹോണസ്റ്റ് എന്നില്ലല്ലോ, ഉണ്ടോ? അപ്പൊ എങ്ങനെ വെച്ചിരിക്കുന്നേ? ഹട്ട്, ഹംബിൾ, ഹറി, ഹ്. ഇങ്ങനെ നമ്മൾ അക്ഷരങ്ങള് ലെറ്റേഴ്സ് ഉച്ചരിച്ച് പഠിച്ചാല് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഉച്ചരിച്ച് പഠിക്കാൻ പറയുന്നത്. അപ്പൊ തൊട്ട് ഇസഡ് വരെ ഒന്ന് ഉച്ചരിച്ചേ ഈ രീതിയിൽ. ഇനി ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ആ വാക്ക്, ആ ലെറ്റർ ഏതെങ്കിലും ഒരു കോമൺ വേർഡിലും കൊണ്ട് ഇട്ടാൽ മതി. ഓക്കെ. ഒരു ഡൗട്ടുള്ളൊരു വാക്ക് പറഞ്ഞേ. ഇസഡ്, സീബ്ര, എളുപ്പമായില്ലേ? ഡബ്ല്യു എന്ന് എവിടെങ്കിലും ഉച്ചാരണം ഉണ്ടോ? ഡബ്ല്യു ഒരു വാക്കിലിട്ടെ. ഡബ്ല്യു എങ്ങനെ ഉച്ചരിക്കണ്ടേ? ഉച്ചാരണം റെഡി ആവില്ലേ? നമുക്ക് ഏത് വാക്ക്, ഏത് അക്ഷരമാണോ വേണ്ടത് അതൊരു കോമൺ വേർഡിലോട്ട് അങ്ങ് ഇടുക. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ചിലപ്പോ രണ്ടും ഉച്ചാരണം വരും. അപ്പൊ കീന് നമ്മള് സ് എന്നൊരു ഉച്ചാരണമുണ്ട്, ക് എന്നൊരു ഉച്ചാരണമുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എവിടെയാ അതങ്ങ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കും. അപ്പൊ കീന് സിക്ക് കൂടുതലും ക് എന്നാണ്, അതുകൊണ്ട് ക്. എക്ക് തന്നെ ചിലപ്പോൾ ആന്ന് വരും. ഓക്കെ, ഏന്ന് വരും ചിലപ്പം. കൂടുതൽ എങ്ങനെ ഉപയോഗിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ? ഒരക്ഷരത്തിന് ചിലപ്പോ രണ്ട് ഉച്ചാരണം വരും. ക്ലിയർ ആവുന്നുണ്ടോ? എയറോപ്ലെയിനകത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? ആറോപ്ലെയിനല്ലോ, ഏക്ക് എന്നാലും ഉച്ചാരണം വരുന്നേ. പക്ഷെ മെജോറിറ്റിയിൽ എപ്പോഴാണ്
പഠിച്ചുപോയി. ഇത് പഠിക്കാനുള്ള ഒരു ഈസി ടെക്നിക്ക്. നീ മ്യൂസീഷ്യൻ അല്ലേ? അതെ. നമുക്ക് ഇതിനെ ഒരു മ്യൂസിക് ആയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്താലോ? ഓക്കെ. മിനുങ്ങും മിനുങ്ങി എങ്ങനുണ്ട്? കൊള്ളാം. എനിക്കത്ര പെട്ടെന്ന് ഏത് പാട്ടിൽ കിട്ടോ? നമുക്കൊരു മാപ്പിള പാട്ട് ഇട്ടാലോ? ഓക്കെ. അപ്പൊ അങ്ങനെ വേറെ പാട്ടിട്ടെ, ഒരു നാടൻ പാട്ടിട്ടെ. എനിക്ക് പെട്ടെന്ന് കിട്ടുന്നു തോന്നില്ല. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ട്രൈ ചെയ്തേ. എങ്ങനുണ്ട്? ഓക്കെ. അതെനിക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. അതെല്ലാം ഒറ്റയടിക്ക് പറ്റൂല്ലോ, പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്യും. നമുക്ക് ഏത് പാട്ട് എടുത്തോ, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറിലൊന്നും കണക്ട് ചെയ്തേ. നിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? കുറെ പാട്ടുണ്ട്. അതിലൊരു ഈസ്റ്റേണോ ഈസ്റ്റേണോ ഏത് പാട്ടിലും കയറുന്നത്. ചിങ്ങമാസം നേരത്തെ അത് പെട്ടെന്ന് കിട്ടില്ല. ഞാൻ പാടിത്തരാം, ഇനി നീ എടുത്തോ. ചിങ്ങമാസം വന്നു ചേർന്നാ എടുത്തേ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോ ഇനി നമ്മള് എങ്ങനാ ആൽഫബറ്റ്സ് ഉച്ചരിക്ക? ഇനി വരുന്ന പ്രാക്ടീസുകളിലൊക്കെ നമ്മൾ ഇനി ഹിമാലയത്തിൽ പോകൂലേ, അവിടെ ഇതേപോലുള്ള ആൽഫബറ്റ്സ് വെച്ചിട്ട് ഒത്തിരി പസിലുകളൊക്കെ ഉണ്ട്. അപ്പൊ അന്നേരം എല്ലാം ആൽഫബറ്റ്സ് ഒക്കെ പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഓക്കെ, അതിനാണ് ഞാൻ ഇത് പാട്ടിലായിട്ട് കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയുന്നത്. അതല്ല, ഈ മ്യൂസിക് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേന് ഇത് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് അബ്സോർബ് ആവും. ഇപ്പൊ ഹിന്ദി ഇംഗ്ലീഷ് സോങ് ഒക്കെ നിനക്ക് അറിയാമല്ലോ, ഓർമ്മയില്ലേ, മെമ്മറിയിലില്ലേ? അതിന്റെ അർത്ഥം അറിയാമോ? എന്നാലും മെമ്മറിയിലില്ലേ, ഓർത്ത് പാടാൻ കഴിയുന്നില്ലേ? അതെന്തുകൊണ്ടാ? മ്യൂസിക് ആയിട്ടാ. മ്യൂസിക് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഒക്കെ നമ്മൾ മ്യൂസിക് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഈസി ആക്കി തരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ഈ വൊക്കാബുലറി എല്ലാം സ്റ്റോർ ആവുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ ഇമേജും മ്യൂസിക്കും മാത്രമേ കയറത്തുള്ളൂ. ഈ വെർബലായിട്ട് കയറുന്നതൊന്നും അവിടെ കയറത്തില്ല. അതുകൊണ്ടാണ് ഈ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച വേർഡുകളെല്ലാം വൊക്കാബുലറി എല്ലാം മറന്നുപോയത്. ശരിയല്ലേ? നമ്മുടെ പ്രോഗ്രാം സബ് കോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്തിട്ടാണ് വൊക്കാബുലറി പ്രാക്ടീസും പ്രാക്ടിക്കലും എല്ലാം. അത് വിഷ്വൽ ഇമേജും കയറും, ഇമാജിനറി ഇമേജും കയറും, രണ്ട് ഇമേജും കയറും. നമ്മൾ രാവിലെ ഓഫീസിൽ ഇരുന്നിട്ട് ഒരു വിഷ്വൽ ഇമേജ് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ, വിഷ്വലൈസേഷൻ ഒക്കെ. അപ്പൊ ആ ഇമേജ് എല്ലാം നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലേ?
സ്കൂളിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ച കുറെ ലെസൺസ് ഒക്കെ മറന്നുപോയില്ലേ? അതെ. പക്ഷെ ടൂറിന് പോയ സ്ഥലങ്ങളൊക്കെ ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അതാണ്. ഒന്നും പഠിച്ചില്ല, പക്ഷെ എന്നാൽ ആ സ്ഥലങ്ങളുടെ പേരുകൾ, കണ്ട സാധനങ്ങളൊക്കെ ഓർമ്മയിലുണ്ട്. അതാണ് ഇമേജ് ഉണ്ട്. സബ് കോൺഷ്യസ്. അതാണ്. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടി നമുക്ക് ത്രില്ല് ചെയ്തിട്ട് അവസാനിപ്പിച്ചാലോ? ഓക്കെ.